നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ടോപ്പ് സിംഗേഴ്സിന് മലയാളി പ്രേക്ഷകർക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ പാട്ട് കേട്ട് തുടങ്ങുന്ന സമയം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ശബ്ദം, ഈ ശബ്ദം കേൾക്കാതെ നമുക്കൊരു ദിവസം കഴിച്ചു കൂട്ടാനായിട്ട് പറ്റില്ല. എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും പാട്ടായിട്ടും ഒക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്. മലയാളത്തിന്റെ സ്വന്തം ഗന്ധർവനാദമാണ്. അത് പറഞ്ഞാൽ പിന്നെ ഒരു പേര് പോലും ആവശ്യമില്ല. ഗന്ധർവനാദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന, മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു പേരാണ് നമ്മുടെ സ്വന്തം ദാസ് സാറിൻ്റെത്. യേശുദാസ് സാറിന്റെ ജന്മദിനമാണ്. ടോപ്പ് സിംഗർ ഒരു സംഗീതവേദി ആയതുകൊണ്ട് തന്നെ ടോപ്പ് സിംഗറിന്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യലായിട്ട് ഇന്നു മുതൽ നമ്മൾ ഗാനഗന്ധർവന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഒക്കെ ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവർക്ക് പറയാൻ ഒരുപാട് ഓർമ്മകളായിരിക്കും. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. നമുക്കറിയാം ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് മുതൽ അങ്ങ് നടക്കാൻ പോകുന്നത്. എന്താണ് ജഡ്ജസിന്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത് ദാസങ്ങളെ പറ്റി? ഞങ്ങൾക്ക് അത് കേൾക്കാനായിട്ട് കൊതിയാണ്. ഗാനഗന്ധർവൻ എന്നല്ല എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഗന്ധർവൻ എന്ന് ആ ശബ്ദം, അത് ശരിക്കും ഗന്ധർവന്റെ ശബ്ദം തന്നെയാണ്. അദ്ദേഹം പാടുന്ന പാട്ടുകളായാലും ശരി, ഇതുവരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പാട്ടുകളെല്ലാം നമ്മൾക്ക് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇനി അതിലും കൂടുതൽ നന്നാക്കാനോ ഇനി അതിൽ കൂടുതൽ മനോഹരമായിട്ട് വേറെ പാടാൻ പറ്റില്ല. അതത്രയ്ക്ക് അദ്ദേഹം പാടി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു മാനസ ഗുരുവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മലയാളികളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ദാസേട്ടൻ്റെ ആയിരിക്കും. ഇപ്പം ഈ ഒരു നിമിഷം തന്നെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ദാസേട്ടൻ്റെ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി. ഞാൻ ദാസേട്ടന്റെ മാനസ ഗുരുവായിട്ടാണ് കാണുന്നത് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി. ചെമ്പൈ സ്വാമിയുടെ ശിഷ്യൻ ശ്രീ ടി.വി. ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. ഈ ദാസേട്ടനെ ചെമ്പൈ സ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ ആ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ആളാണെന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ചെമ്പൈ സ്വാമിയുടെ, ദാസേട്ടൻ്റെ, എൻ്റെ ഗുരുനാഥൻ ടി.വി. സാറിൻ്റെ ഒക്കെ ആ ഒരു പരമ്പരയിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ദാസേട്ടൻ്റെ പാട്ടുകൾ നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ കുട്ടികളിലൂടെ നമുക്ക് ദാസേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. അതെ, നമ്മൾ ഒരു ദിവസമല്ല ആഘോഷിക്കുന്ന, കുറച്ച് ദിവസങ്ങൾ നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ പിറന്നാളായിട്ട് ഒരു കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷൻ മൊത്തം ദാസങ്ങളുടെ പാട്ടുകൾ വെച്ചായിരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത് അല്ലേ? ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി നമ്മൾ ആ പാട്ടുകൾ ആസ്വദിക്കുകയാണ്. അതെ, ഓക്കെ. ഉണ്ണി അങ്കിൾ, ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10-30 എപ്പിസോഡെങ്കിലും വേണ്ടി വരും മിനിമം. അത്രയധികം നമ്മളൊക്കെ ഒരു 81 മുതലുള്ള ബന്ധമാണ് എനിക്ക്. അതിനു മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് കണ്ടിട്ടേ ഉള്ളൂ, അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. 81 മുതലാണ് ദാസേട്ടനുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ട്രാക്സ് കുറെ പാടാൻ പറ്റി. എത്രയോ പാട്ടുകൾക്ക് അദ്ദേഹത്തിന്റെ ട്രാക്സ്, അതാണ് ശരിക്കും എന്റെയൊക്കെ എക്സ്പീരിയൻസ്. പാടിയിട്ട് ചിലത് ദാസേട്ടൻ തന്നെ പറയും, അവൻ നന്നായിട്ട് പാടിയിട്ടില്ല. അങ്ങനെ എനിക്ക് കുറെ എന്റെ ക്രെഡിറ്റിൽ കുറെ സോങ്സ് വന്നത് ദാസേട്ടൻ തന്നെ പറഞ്ഞു. പിന്നെ ദാസേട്ടൻ ഒരു പ്രോഗ്രാമിന് സുഖമില്ലാണ്ട് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ദാസേട്ടന്റെ പാട്ടുകളൊക്കെ പാടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഉണ്ട്. അത് കൂടാതെ ദാസേട്ടന്റെ തരങ്ങിണി സ്റ്റുഡിയോയിൽ ചെന്നൈയിൽ ഒരു അസിസ്റ്റന്റ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഒരു ജോലി തന്നിട്ടുണ്ട് ഒരിക്കൽ ദാസേട്ടൻ. അങ്ങനെ ഒരു 1-2 കൊല്ലം ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ഓർമ്മകൾ, ഒരു ദിവസം ഞാൻ സ്കൂട്ടർ വാങ്ങിയിരുന്നു. 82 എന്നാണ് എൻ്റെ ഓർമ്മ. ആ സ്കൂട്ടറിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വന്നിങ്ങനെ തിരിയുന്ന സമയത്ത് ഞാൻ സ്കൂട്ടർ ഓടിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അന്ന് മറ്റേ ഹെൽമെറ്റ് ഒന്നും അത്ര മസ്റ്റല്ല. അപ്പോൾ എന്നെ അവിടെ ഇങ്ങനെ നിർത്തി, കൈ കാണിച്ചിട്ട് നിർത്തി. എനിക്കിപ്പോഴും കാറിൻ്റെ നമ്പർ ഓർമ്മയുണ്ട്. 6636 ആണ്. വാൻഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർ ഉണ്ടായിരുന്നു, വൈറ്റ് കാർ. യെസ്. അങ്ങനെ എന്നെ നിർത്തിയിട്ട് അതിനൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, തങ്കപ്പൻ എന്നാണ് പേര്. അങ്ങനെ ദാസേട്ടൻ നിർത്തിയിട്ട് പറഞ്ഞു, എന്താ സ്കൂട്ടറിലൊക്കെ ഓടിച്ചിട്ടാണോ പാട്ട് പാടാൻ പോകുന്നത് വെച്ചിട്ടോ. ഈ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് എന്ത് പറ്റിച്ചാൽ നിറയെ ഡസ്റ്റ് ഉള്ളിൽ കയറും, പിന്നെ തലയൊക്കെ വേർക്കും, അപ്പോൾ വോയിസ് കംപ്ലീറ്റ് പോവും. ഇത് പാടില്ല, ചെസ്റ്റിലൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് വോയിസ് വല്ലാതെ മോശമായി പോവും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒരു കാറ് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു എനിക്ക് കാറ് വാങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ. സോ 82 or 83 ഐ ബോട്ട് ദി കാർ. ആദ്യത്തെ കാർ വാങ്ങി, മാരുതി കാർ. അന്നത്തെ തുടക്കം 83-84 കൃത്യമായിട്ട് ഓർമ്മയില്ല എനിക്ക്. 84 ആണെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും ഒരു സൂപ്പർ ഐഡലാണ് നമ്മുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
പിറന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. സ്പെഷ്യൽ ആണ് അല്ലേ? അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും ഇന്നത്തെ ടോപ്പ് സിംഗറിലെ മനോഹരമായി പാടുന്ന കുട്ടികളിലൂടെ അത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. ആര്യ ചേച്ചി, എനിക്കിത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്നു ചെമ്പൈ സ്വാമികളും ദാസറും കൂടെ ഒരുമിച്ച് പാടിയ വാതാപി ഗണപതിന്റെ ഒരു ട്രാക്ക് എന്റെ കയ്യിലുണ്ട്. അത് ദിവസവും രാവിലെ എന്റെ അച്ഛൻ പ്ലേ ചെയ്യും. അത് കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടി. ചെമ്പൈ സ്വാമി പറയുന്നുണ്ട് സിനിമ പാട്ടൊക്കെ പാടും. അതെ പാടും. അതെ, അത് ഭയങ്കര രസം. ആ വാതാപി ഗണപതിയും കേൾക്കേണ്ട ഇതൊരു ഇത് തന്നെയാണ്. അപ്പൊ അതിങ്ങനെ രണ്ടുപേരും കൂടെ പാടുന്നത് ഭയങ്കര ഒരു ഹരമാണ്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അവസാനത്തെ സ്വരങ്ങളൊക്കെ പാടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇങ്ങനെ, അതും എത്രയോ പ്രാവശ്യം കേട്ടതായിരിക്കും, ജനിച്ച അന്ന് മുതൽ കേൾക്കുന്ന ട്രാക്ക്. പക്ഷെ പിന്നെയും പിന്നെ ഇത് പാടുമ്പോൾ ഇത് എങ്ങനെയാ ഇത്ര സ്പോണ്ടേനിയസ്ലി ഗുരുവും ശിഷ്യനും കൂടെ ഇങ്ങനെ പാടുന്നത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് പ്ലെയറിന് മുന്നിലിരിക്കും. നമുക്കത്ര ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഓർമ്മകളാണ് ഇപ്പൊ ജനിച്ച മുതല് കേൾക്കുകയാണ്. ഓരോ പാട്ടും, ഒരു പാട്ട് ഒരു ദിവസം വെച്ച് പഠിച്ചാൽ പോലും തീരില്ല. എന്റെ ഈ പറയുന്നതിന് പോലും ഇത് തീരില്ല. അത് അത്രയും വർഷങ്ങൾ എടുക്കും. അതെ, നമ്മളെല്ലാവരും കൂടെയുള്ള സിംഗേഴ്സിനൊക്കെ കെയർ ചെയ്യുന്നൊരു സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ, ദാസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള സിംഗേഴ്സിനൊക്കെ ദാസേട്ടൻ കെയർ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തെ വെളി ഗ്രൗണ്ടിൽ ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ദാസേട്ടനെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അന്ന് ഞാൻ മാനേ മലരമ്പൻ എന്നുള്ള അതിന്റെ ട്രാക്ക് പാടിയത് ഞാനാട്ടോ. അയാൾ കഥ എഴുതുകയാണ്. അന്ന് ആ പാട്ടും പാടുന്നുണ്ട്, ഹരിമുരളീരവം പാടുന്നുണ്ട്. അപ്പൊ അന്ന് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിന്റെ താഴെ നിൽക്കുന്നുണ്ട്. ദാസേട്ടൻ സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുക, തലയിൽ ഇങ്ങനെ ഒരു ടവലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ, ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മഴ കൊണ്ട് നിൽക്കുക അവിടെ, മഴ സംസാരിച്ച് നിൽക്കുക. ഞാൻ ചെറിയ മഴയല്ലേ, കാര്യമാക്കിയില്ല. എടാ കയറി വന്നടാ, ഇവിടെ വന്നേ, മഴ നനയണോ, നിങ്ങൾക്ക് പാട്ട് പാടണ്ടേ, ഇങ്ങോട്ട് വന്ന്. അതുപോലെ തന്നെ ഒരിക്കൽ തിരുവനന്തപുരം സെനറ്റ് ഹാളിലൊരു പ്രോഗ്രാമിൽ, സെനറ്റ് ഹാളിലാണോന്ന് ഓർമ്മയില്ല, അവിടെ ശ്രീമൂലം ക്ലബിലാണോ എന്നറിയില്ല, ഓർമ്മയില്ല, ഒരു പ്രോഗ്രാമിൽ 7 സ്വരങ്ങളും പാടി. ആ 7 സ്വരങ്ങൾ എന്നുള്ള പാട്ടിന് ആ ഓർഗനൈസേഴ്സ് ഡാൻസ് വെച്ചു. 7 സ്വരങ്ങളും എന്നുള്ള പാട്ടും ഡാൻസും തമ്മിൽ അത്ര അതെ എനിക്ക് ഓർമ്മയുണ്ട്. മധു ഉണ്ടോ? ഞാനുണ്ടെന്ന് അവിടെ ചേട്ടനുണ്ടോ? ശരി. അപ്പൊ ഡാൻസ് മധു പാടുന്ന സമയത്ത് ഡാൻസ് ചെയ്തു. അപ്പൊ ആ പാട്ട് കഴിഞ്ഞ ഉടനെ മധുവിനെ വിളിച്ചിട്ട് ഞാൻ പാടിയിട്ട് കയറിപ്പോയി. അപ്പൊ ദാസേട്ടൻ ആ ഓഡിയൻസിന്റെ അവിടെ നിന്ന് കയറി വന്നിട്ട്, ദാസേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട് റോയിൽ നിന്ന് കയറി വന്നു. അപ്പൊ ഞാൻ കയറി അകത്തേക്ക് പോയി. അപ്പൊ ദാസേട്ടൻ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും ദാസേട്ടൻ സ്റ്റേജിലെത്തി. എടാ ഇവിടെ വന്നേടാ, നീ നടുക്ക് നിന്നാ പാടണ്ടേ, നീ സൈഡിൽ നിന്ന് പാടേണ്ടവനല്ല, നടുക്ക് നിന്ന് പാടണം. എന്നെ കൊണ്ട് വീണ്ടും പാടിപ്പിച്ചു, വീണ്ടും പാടി. എന്തൊക്കെ സ്പെഷ്യൽ ഓർമ്മകളാണ് അല്ലേ? പക്ഷെ നമ്മളെല്ലാരും ഭയങ്കര ലക്കിയാണ്, കാരണം ഇതൊക്കെ നേരിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് തുടങ്ങാം സെലിബ്രേഷൻ അല്ലേ? ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേട്ട് ഇന്ന് ഇവിടുത്തെ കുഞ്ഞുമണീസും ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ദാസങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എത്രയോ ആയിരക്കണക്കിന് പാട്ടിന്ന് എങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്യും? അങ്ങനെ അവർ ആറ്റുനോറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് വന്ന പാട്ടുകളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. റെഡി അല്ലേ? ആദ്യത്തെ ആളെ വിളിക്കാം അല്ലേ? അമൃതക്കുട്ടീനെ വിളിക്കാം ആദ്യത്തെ സോങ് കേൾക്കാനായിട്ട്. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളൊന്നും മാറ്റി വെച്ചില്ലേ? ഇല്ല, കുറച്ച് ബാക്കിയുണ്ട്. ഇപ്പോഴും ഉടുപ്പ് ഇട്ടോണ്ട് നടക്കുക നക്ഷത്രമൊക്കെ. സുഖായിരിക്കുന്നോ? സുഖം. എന്ത് പറയുന്നു എല്ലാരും? ന്യൂ ഇയർ കൊള്ളായിരുന്നു. നമുക്ക് മോളോട് ചോദിച്ചു നോക്കാലോ, ദാസങ്ങളിനെ പറ്റി എന്തൊക്കെ അറിയാം മോൾക്ക്? പറയൂ. ദാസങ്ങൾ ഗാനഗന്ധർവനാണല്ലോ, പിന്നെ ദൈവം ഭൂമിയിൽ അവതരിച്ചതുപോലെ ഒരു ആളാണ് ദാസൻ. പിന്നെ ദാസങ്ങളുടെ പാട്ടുകൾ മലയാളികൾക്ക് ഒരു ദിവസം പോലും കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാനും എപ്പോഴും ദാസങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഈ ജനറേഷനിലുള്ള കുട്ടികൾ പോലും ദാസന്റെ പാട്ടുകൾ കേൾക്കുന്നു. പഠിച്ച് തീരില്ല പലതും. തീർച്ചയായിട്ടും പല ഇമോഷൻസ്, പല സംഗതികള്, പല റൂട്ടുകള്, പല സ്റ്റൈലുകള്. ഒരു ഡിക്ഷണറിയാണ് ദാസന്റെ പാട്ടുകൾ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ദാസന്റെ പാട്ടുകളിലേക്ക്. അമൃതക്കുട്ടി ഏത് പാട്ടാ പാടുന്നേ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ബ്യൂട്ടിഫുൾ ഫിലിം നീ എത്ര ധന്യ, പാടിയത് ദാസങ്ങൾ. പിന്നെ വർഷം 1987,
മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് ONV സർ. Very good. ഓക്കെ മിടുക്കി Nice. കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. എനിക്ക് ദാസങ്കളിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാണാലോ. കാണാൻ സാധിക്കട്ടെ. അതെ. ഓക്കെ. ഓക്കെ, അപ്പൊ All the best. പൊളിക്കണം. താങ്ക് യു. ഓക്കെ Okay, അമൃത All the all the best. best. താങ്ക് യു. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരെ ചിലച്ച നേരം, വാതിലിൻ ചാരെ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാമാരുടെയോ മുടിച്ചാർത്തിലെൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കെ, ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കെ, ഗീതികളെന്നിൽ ചിറകടിക്കെ, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി.
അരെ വാ, സൂപ്പർ സൂപ്പർ, കാലക്കി മിടുക്കിയായിട്ട് പാടി. അമൃതക്കുട്ടി എന്ത് സുഖാടാ കേട്ടിരിക്കാൻ, താങ്ക് യു. എന്ത് രസമാണെന്നറിയോ. ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഇങ്ങനെ കേൾക്കുക, എനിക്ക് ഒന്നും കാണാനൊന്നും തോന്നില്ല. ആ ശബ്ദത്തിൽ ഇങ്ങനെ ലയിച്ച് ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മിടുക്കിയാണ്, മിടുക്കി. യുവർ ബെസ്റ്റ് പെർഫോമൻസ്, യുവർ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു. മോളെ ഈ പാട്ടൊക്കെ 80s ക്ലാസിക്കാണത്. ഇത് ഒരിക്കലും മരിക്കാത്ത ഗാനം എന്നൊക്കെ പറയണത് ഇതാണ്. അപ്പോൾ അന്ന് ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു സിംഗർ, അൾട്ടിമേറ്റ് സിംഗർ എന്നൊക്കെ പറയണം നമുക്ക്, അല്ലേ? നമ്മളെ എത്ര വർഷമായി ഇപ്പോൾ? അദ്ദേഹം ജനിച്ചത് 1940, ഇതിപ്പോൾ 2025. 1960 അദ്ദേഹം പാടിത്തുടങ്ങുന്നത്. പാടിത്തുടങ്ങിയിട്ട് ഏകദേശം 65-66 വർഷങ്ങൾ അജയ്യനായിട്ട് നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അതെ അതെ, അതൊരു അപൂർവതയാണ്. അത് ഇനി ഒരിക്കലും ഒരാൾക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയധികം പാട്ടുകൾ ഇനിയും പാടാൻ ആർക്കും സാധിക്കില്ല. അത്രയധികം ഹിറ്റ്സ് ഇനി ആർക്കും പാടാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ വാസ്തവത്തിൽ ഞാൻ മധു അങ്ങനെ ഞങ്ങളുടെ ഒരു ജനറേഷന്റെ സിംഗേഴ്സിനെ പാടാൻ കൊതിപ്പിച്ച, അല്ലെ പാട്ട് പാടി ഞങ്ങളെയൊക്കെ വശത്താക്കിയ ഒരേ ഒരു ഗായകനാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു മഹാഗായകന്റെ പാട്ടാണ് ഇന്ന് മോള് പാടിയത്. അത് പാടിയതോ അതിഗംഭീരമായിട്ട്, അൾട്ടിമേറ്റ് ആയിട്ട് പാടി എന്ന് പറഞ്ഞു. എന്തൊരു സുഖമായിരുന്നു അറിയാം കേൾക്കാൻ. ഈ ഒരു കുഞ്ഞു ശബ്ദത്തില് ഈ പാട്ട് ഇങ്ങനൊരു മോള് പാടിയാലും നന്നാവും എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. വളരെ പെർഫെക്ഷനോട് കൂടി ക്ലീനായി ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് പാടി എന്നുള്ളതാണ്. അതിനൊരു വലിയ കയ്യടി കൊടുക്കണം നമുക്ക്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് ദാസേട്ടന്റെ അതിഗംഭീരമായ പാട്ടുകൾ ഈ കുഞ്ഞുമക്കൾ പാടി നമ്മളെ ശരിക്കും പറഞ്ഞാൽ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഇനി. ഓൾ ദി ബെസ്റ്റ് വിഷസ് മോളെ, ഗംഭീരമായിട്ട് പാടി. എൻ്റെ ഒരു മാനസ ഗുരുവായിട്ടാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. അപ്പോൾ ഒരിക്കൽ മദ്രാസിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ കൊച്ചി എത്തിയപ്പോൾ ലഗേജ് എടുക്കാൻ നേരത്ത് എയർപോർട്ടിലെത്തിയിട്ട് ഞാൻ ദാസേട്ടനോട് ചോദിച്ചു, എനിക്ക് ദാസേട്ടൻ്റെ ശിഷ്യനാണെന്ന് ആഗ്രഹമുണ്ട്, എന്നെ പാട്ട് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ എന്തിനാടാ എൻ്റെ അടുത്ത് പാട്ട് പഠിക്കണേ? നീ ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേട്ടല്ലോ ഞാൻ നിൻ്റെ മാനസ ഗുരുവാണെന്നൊക്കെ. അത് മതിയിടാന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ദാസേട്ടൻ പാടിയത് ഒരു കുട്ടി ശബ്ദത്തിൽ കേട്ട പോലെ ഉണ്ട് എനിക്കിപ്പോൾ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ദാസേട്ടൻ പാടിയത് എങ്ങനെയാണോ അതൊരു കുട്ടി ശബ്ദത്തിൽ കേട്ടു. അപ്പൊ എന്തായാലും അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഈ ഒരു പാട്ടിലും പേന ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ നമ്മുടെ വർഷം തുടങ്ങിയിട്ടുള്ളൂ 2026. ഇനിയും ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ മനോഹരമായിട്ട് ഇവിടെ വന്ന് പാടുക. ഓൾ ദി ബെസ്റ്റ്. അമൃതക്കുട്ടി, ഞാനും ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. പറഞ്ഞ പോലെ കണ്ണുപൂട്ടി ഇരുന്ന് കേൾക്കുമായിരുന്നു. എന്ത് നല്ല പട്ടുപോലത്തെ ശബ്ദം. ആ ശബ്ദത്തിൽ ഇത്ര ഫീലോടുകൂടെ ഈ പാട്ട് അമൃതക്കുട്ടി ഇങ്ങനെ പാടുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അമൃതക്കുട്ടിക്ക് കൊടുക്കാനില്ല എന്നുള്ള പോലെ തന്നെ തോന്നുകയാണ് എനിക്ക്. അത്ര മിടുക്കിയായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പാട്ട് തീരല്ലേന്ന് വിചാരിക്കുകയാണ് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ പാട്ട് തീർന്നു പോയപ്പോഴാണ് ഞാൻ കണ്ണൊക്കെ തുറന്ന് നോക്കിയതാ, ഇതാര് എന്നായിപ്പോയി ഞാൻ. മിടുക്കി കേട്ടോ, അസാധ്യ പ്രോഗ്രസ്. ദിസ് ഈസ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. അമൃതക്കുട്ടിയുടെ ബെസ്റ്റ് ആണ് ഈ പെർഫോമൻസ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു യു. 2026 ഇതുപോലെ പോകണം. എല്ലാ പാട്ടും നമുക്ക് 100 out of 100 അടിക്കാൻ പറ്റണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇന്ന് അമൃതക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അമൃതം പോലെ സുഖമുള്ളതാണ്. ഓക്കെ, യെസ്, 100 out of 100. And പോരട്ടെ ഒരു മധുരമഴ. ആണ് നമ്മുടെ ഗാനഗന്ധർവന്റെ പിറന്നാളാണ്. അപ്പൊ ഈ ദിവസം 100 മേടിക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല, അത് സ്പെഷ്യൽ ആണല്ലേ. ഇതിങ്ങനെ കിടക്കും യൂട്യൂബിൽ ഈ എപ്പിസോഡൊക്കെ. അമൃതക്കുട്ടി എത്ര വലുതായാലും ഇതൊക്കെ എടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ഓർമ്മയായിരിക്കും കേട്ടോ.
ആര്യ ചേച്ചി യെസ് ബേബി. ഇനി ദാസങ്ങളുടെ ഒരു സൂപ്പർ, എല്ലാം സൂപ്പർ സോങ്സ് ആണ്. Yes. എന്നാലും ഓരോ പാട്ട് വരുമ്പോഴും നമുക്ക് തോന്നി ഇതാണ് നമ്മുടെ ഫേവറേറ്റ്. അതെ, അത് സത്യമാണ് കേട്ടോ. അങ്ങനെ ഒരു സോങ്ങുമായിട്ട് നമ്മുടെ ആവണിക്കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ഇതാര് സുന്ദരി കുട്ടി? ഐശ്വര്യവതിയായിട്ടാണല്ലോ വരുന്നത്. മുല്ലപ്പൂ ചൂടി ലോങ് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ആവണിക്കുട്ടി ഏത് പാട്ടാ പാടാൻ പോന്നെ? യേശുദാസ് സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ ഒരു അതിന്റെ ഭാഗമായിട്ട് പാടാൻ ഇത് പോവാണ്. പാടാൻ Yes. പോവാണ്. സാറിന്റെ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാന് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിലൊരു സിനിമാ പാട്ട് പാടുന്നത് സാറിന്റെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ആ പാട്ടാ പാടുന്നത്. അത് കുഞ്ഞായിരുന്നപ്പോഴാണ്. ഇപ്പോഴും കുഞ്ഞാണ്. ഇപ്പൊ വളർന്നു അല്ല അന്നൊരു 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ. ഓ അപ്പൊ ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഒരു വലിയൊരു ആഗ്രഹം, എനിക്ക് സാറിനെ നേരിട്ട് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഇന്ന് പാടാൻ പോകുന്നത് രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ചെയ്ത യേശുദാസ് സാർ പാടിയ കിഴക്കുണരും പക്ഷൻ സിനിമയിലെ സൗപർണികാമൃതം ബീച്ചുകൾ പാടും എന്നുള്ള പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്. ആരാ എഴുതിയതാരായിരുന്നു? കെ ജയകുമാർ സർ. ഓക്കെ, 1991 പാട്ട് അല്ലേ? എല്ലാ ബർത്ത്ഡേക്കും സൗപർണികയുടെ തീരത്ത് വരാറുണ്ട് മൂകാംബിക ക്ഷേത്രത്തില്. ജനുവരി 10-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ കാണുമായിരുന്നു മൂകാംബികയില്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. കൊറോണയ്ക്ക് മുമ്പ് പോയതാ. വരും, വരാതിരിക്കില്ല. നിങ്ങളെല്ലാരും നേരിട്ട് കാണാതിരിക്കില്ല. യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആവണിക്കുട്ടി. താങ്ക് യു, നന്നായി പാടണം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെടാ. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമീ
നൈസ് മോളെ. ആവണിക്കുഞ്ഞേ, എന്തോ എങ്ങനെയുണ്ടായിരുന്നു 2026 ഫസ്റ്റ് സോങ് പാടിയ എക്സ്പീരിയൻസ്? ഞാൻ കുഞ്ഞിലെ മൂകാംബിക പോയിട്ടുള്ളൂ, ആ. അക്ഷരം എഴുതാനായി ആ, ആ, ആ. അങ്ങനെ പോയിട്ടുള്ളൂ. ആ. പിന്നെ പോയിട്ടില്ല. പക്ഷെ അച്ഛൻ എനിക്കിന് കയറുന്നതിന് മുമ്പ് ഫോൺ കാണിച്ചു തന്നു, മൂകാംബിക ദേവിയുടെ പടം. ആ. ഇത് മനസ്സിൽ വെച്ചിട്ട് പാടിയാ മതി. ആഹാ. ഭയങ്കര സങ്കടമായി പാടിക്കഴിഞ്ഞ. അതിന്റെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാവട്ടെ ആവണിക്കുട്ടിക്ക്. താങ്ക് യു, നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു അതെ, ഭക്തി പാടിയപ്പോൾ, ഉണ്ടായിരുന്നു. നല്ല ഭക്തി ഉണ്ടായിരുന്നു. താങ്ക് യു. പാട്ട് വൈസ് നോക്കുമ്പം കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ ക്ലാരിറ്റി, പിച്ചിന്റെ ഇഷ്യൂ, എസ്പെഷ്യലി മറ്റേ കരിമഷി പടരുമീ ആ ഭാഗങ്ങളൊക്കെ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൽവിളക്കിൽ കനകാങ്കുരമായി വിരിയണം എന്ന് പാടുന്ന ഭാഗം, നീ അന്തർനാളമായി തെളിയണം എന്ന് പറയുന്ന ഭാഗം, അവിടെയൊക്കെ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ചരണം തുടങ്ങുന്നതിന് മുന്നേ സ്വരതളും പൊഴിയും മൺവീണയിൽ. മൺവീണയിൽ അവിടെയും ഇതേ പ്രശ്നം, സെയിം പ്രോബ്ലം തന്നെയാണ് അപ്പുറത്തും റിപ്പീറ്റ് ആയത്. ആ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. സ്ഥലത്താണ് അതെ. പിന്നെ എനിക്ക് അനുപല്ലവിയിലും ചരണത്തിലും തോന്നിയത് രണ്ടും തുടങ്ങുമ്പം ആ ഒരു ഓപ്പണിങ്ങിലെ ആകാശമിരുളുന്നൊരപര ആ ഇല്ലേ, ആ വരുമ്പം കുറച്ചും കൂടെ ഒരു ഫോഴ്സ് കൊടുത്ത് അവിടെ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നി രണ്ട് ഭാഗത്തും. ചരണത്തിൽ അതുപോലെ ഗാനങ്ങൾ ചിറകറ്റെന്ന് പാടുമ്പോൾ ആ ഗാ ഇല്ലേ, ഗാനങ്ങളിന് കുറച്ചൊരു കോൺഫിഡൻസ് കുറവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പിന്നെ ഓക്കെ ആയിട്ട് വരുന്ന പോലെ ആ ഓപ്പണിങ്ങിലൊരു കോൺഫിഡൻസ് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇതേ കാര്യം ഒന്ന് ശ്രദ്ധിച്ചത്, ആദ്യം ആ ശ്ലോകം പാടുന്നില്ലേ, നമ്മൾ എപ്പോഴും ഒരു പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രുതി അപ്പം മനസ്സിലുണ്ടാവണം. ആദ്യത്തെ ആഡ്ലിപ്പും സൗപർണികാമൃത എന്ന് പാടുന്നതിന് മുന്നേ ആവണിക്കുട്ടി സൗപർണിക എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് ആ പാട്ടിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ആ ബ്യൂട്ടി അങ്ങ് മാറിപ്പോവും, നമ്മുടെ ശ്രദ്ധ മാറിപ്പോ. ആ ശ്രുതി എവിടെ ഉണ്ടാവണം, നമ്മുടെ മൈൻഡിൽ ആ ഒരു മെമ്മറിയിൽ വെച്ചിട്ട് വേണം കറക്റ്റ് ആ നോട്ട്. അവിടെ ആ നോട്ട് സെർച്ച് ചെയ്യരുത്. അമ്മേ സുരവന്തിത എന്ന് പറഞ്ഞ ഭാഗം ഭയങ്കര രസമായിരുന്നു. നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഭക്തിയോട് കൂടിയിട്ടാണ് പാടിയത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ അടിപൊളിയാണ് ആവണിക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആവണിക്കുട്ടി എന്തോ നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് പാടിയപ്പോ നല്ലൊരു ഭക്തി തോന്നിപ്പിച്ചു. പുറകില് 12K വിസ്താരയില് നമ്മുടെ മൂകാംബിക ദേവിയുടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവളുടെ പാട്ടും എല്ലാം കൂടി ചേർന്ന് എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ഭക്തിയുടെ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. താങ്ക് യു സർ. പിന്നെ ഇപ്പോൾ ആര്യ ചേച്ചി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. ആ തുടങ്ങിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ പറഞ്ഞില്ലേ അത്. പിന്നെ ജഗദംബിക മൂകാംബികയെ ആ വിരുദ്ധത്തില് കുറച്ച് ശ്രുതി ചേരാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞു. നീ അന്തർനാളമായി, അത് ആ സംഗതി അത് ഒന്ന് പാടി. നീ അന്തർനാളമായി തെളിയണം ആ സംഗതി. ഈ സംഗതികൾ പാടുമ്പോൾ അതിനൊരു അളവുണ്ട്. മോള് പാടുമ്പോൾ ഒരു ധൃതി കൂടി പോണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നീ എന്ന് കൂടി പോകുന്നുണ്ട്. നീ അങ്ങനെ വരട്ടെ. യെസ്, പാടിക്കോ. കുറച്ചും കൂടി ബെറ്റർ ആയി. അതും ക്ലാരിറ്റി വേണം. തെളിയേണം തരരാ അങ്ങനെ. യെസ് യെസ്, ഇപ്പൊ കുറച്ച് നന്നായി. ഇതുപോലെ തന്നെയാണ് അടുത്ത നീ താരാപഥങ്ങളിൽ നിറയണം, സെയിം പോർഷൻ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കാം. ഉണ്ണിയേട്ടാ. ഹായ് ആവണിക്കുട്ടി. ആവണിക്കുട്ടിയുടെ പ്ലസ് പോയിന്റ് മോളുടെ വോയിസ് ആണ്. നല്ല ബ്രൈറ്റ് ആൻഡ് പ്ലസന്റ് വോയിസ്. കോൺഫിഡൻസും ഉണ്ട്. പക്ഷേ ഓൺലി തിങ് ഇസ് ആ ഫൈൻ നുവാൻസസ് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. പല കാര്യങ്ങളും കുറച്ചൊക്കെ മിസ്സിങ് ചെയ്തിട്ട് വരുന്നു. അപ്പൊ അത് മോള് നല്ല ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നല്ല ഗായികയായിട്ട് മാറാൻ പറ്റും. ഇപ്പൊ എന്താ വെച്ചാൽ ഓവറോൾ മോള് പഠിച്ചിട്ടുണ്ട് പാട്ട്, നല്ല ഡിവോഷനോട് കൂടി അത് പാടുകയും ചെയ്തു. പക്ഷെ പല ഡീറ്റെയിൽസും മിസ്സിങ് ആയിരുന്നു. പിന്നെ ആ തുടങ്ങുന്ന സമയത്ത് നാക്കാണ്ട് അത് പണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്നു. 1 2 3 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗർ ഉണ്ടായിരുന്നു സ്ഥിരം പറഞ്ഞിട്ട് തുടങ്ങും. എന്റെ അടുത്ത് ഇപ്പോഴും മാം പറയും, തേടക്കൂടാതെ ആര്യ, ഏതും തേടക്കൂടാതെ. ആമാ, അപ്പൊ അത് തേടക്കൂടാതെ എന്ന് പറയും. ഓൺ ദ ഡോട്ട് തുടങ്ങാനുള്ള ഒരു അത് പ്രാക്ടീസ് ചെയ്യണം. ശ്രുതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കേട്ട് കഴിഞ്ഞാൽ
അത് കുറച്ചു നേരം ശ്രുതി കേട്ടിട്ട് തുടങ്ങിയാൽ മതി, പെട്ടെന്ന് തുടങ്ങണമെന്നില്ല. ആ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മോൾക്ക് മനസ്സിലാവും എവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്. നമ്മൾ സ്വയം വിലയിരുത്തണം. Yes. കേട്ടിട്ട്. അപ്പൊ നമുക്ക് സ്കോർ അറിയാം. Your score is 96.75 out of 100. Best. Bye. Bye da. Good night. Happy New Year. നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ. മധുങ്കൾ, ഓ. ഇനി നമ്മുടെ ദാസങ്ങളുടെ പാട്ടുമായിട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? ആരാ? അത് മാത്രം പറയുന്ന നമ്മുടെ Yes, അമ്മുക്കുട്ടി മനസ്സിലായി, എത്താണ്. മനസ്സിലായി. ആയിരിക്കും. ഇനി നമ്മുടെ ആയിരക്കുമാണ് വരാൻ പോകുന്നത്. വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. എല്ലാം കണ്ടു തീർത്തിട്ട് വരും. എല്ലാ ഫോട്ടോയും കാണണേ. ബൊമ്മക്കുട്ടിയാ വരുന്നത്. ഹലോ, ഇത് ടോപ്പ് സിംഗർ തന്നെയാ. ഹലോ, നമ്മുടെ സ്ഥലം ഇത് ആ നമ്മുടെ സ്ഥലം തന്നെയാ. കേട്ടോ. ഏതോ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെ. ഉണ്ണിയക്കളുടെ കണ്ടോ? ഹായ്. ആ ആ ആ. കണ്ടു. ഉണ്ടായിരുന്നു. ഞാൻ ആഘോഷിച്ചില്ല. അതെന്താ? അതെന്താ? അയ്യോ, അതെന്താ അതെന്താ ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷിക്കാഞ്ഞേ? ദുഷ്ടത്തരം കാണിച്ചത്? അറിയില്ല. 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 ഇനി ആഘോഷിക്കില്ല. നിങ്ങളെ നോക്കിയത് ചേച്ചി ചേട്ടനെ അറിയില്ല. അറിയില്ല. സാരിയില്ലേ, നമുക്ക് ഇവിടെ ആഘോഷിക്കാലോ. ഇവിടെ ആഘോഷം. അതെ, ഇവിടെ അത് ആഘോഷിക്കാം. കഴിയുമ്പോ ഭയങ്കര അതെ. പടക്കം പൊട്ടിയിട്ടുണ്ട് പുറത്ത്. അല്ല, ഏത് പാട്ടാ? മാണിക്യവീണയും ഉഗ്രം പാട്ട്. ഇതാരാ പാടിയേ? യേശുദാസ് സാർ. ആ. ആണോ? മോള് കണ്ടിട്ടുണ്ടോ യേശുദാസ് അങ്കിളിനെ? നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടു. ഫോട്ടോ ഒക്കെ വീഡിയോ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമല്ലേ? ആ ആ അത്രയും താല്പര്യം ഉണ്ടതാ. അത്ര എക്സൈറ്റഡ് ആണ്. അതെ. ഏത് പാട്ടാ ദാസങ്ങളുടെ ഏറ്റവും ഇഷ്ടം? 7 സ്വരങ്ങളും. ആ പാട്ട് അറിയോ? ചില്ലറ പാട്ടല്ല. ഡീറ്റെയിൽസ് പാടിയത് ആ. ഡോക്ടർ KJ യേശുദാസ് സാർ. Wow. ഓക്കേ. ഓ. ഫിലിം കാട്ടുപൂക്കൾ സാർ. അല്ല, കാട്ടുപൂക്കൾ സാർ. ആ, പിന്നെ മ്യൂസിക് ഡയറക്ടർ ജി ദേവരാജൻ മാസ്റ്റർ. ഓക്കേ. ലിറിക്സ് ONV കുറുപ്പ് സാർ. ഓക്കേ. വർഷം 1965. Yes. ഓ, 5. നമ്മുടെ കുഞ്ഞിനേക്കാളും 1/2 നൂറ്റാണ്ട് പ്രായം അധികം ഉണ്ട് ഈ പാട്ടിന്. അതെ. എന്റെ അമ്മോ. ഈ പ്രോഗ്രാം ചിലപ്പോ ദാസങ്ങൾ കാണുന്നുണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ ദാസങ്കൾ. ഈ പാട്ട് ഞാൻ ദാസങ്കളിന് വേണ്ടിയിട്ടാ പാടുന്നത്. വെരി ഗുഡ്. എന്നാ പാടാം. All the All the best. best. താങ്ക് യു. All the best. Okay. Thank you. മാണിക്യവീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ
എന്തിനാണെന്തിനാണീ മൗനം മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ആഹാ നൈസ്. മിടുക്കിയാണല്ലോ. വെരി നൈസ്, വെരി നൈസ്. ദ്യുതിക്കുട്ടി എങ്ങനെയുണ്ട് പാടിയിട്ട്? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? നന്നായി പാടിയെന്ന് തോന്നുന്നുണ്ടോ? ആയിരിക്കും. ഞാൻ ഓർക്കായിരുന്നു അതെന്താ കേക്കാത്തേന്ന്. ഇത് ന്യൂ ഇയർ അറിയോ? ഇത് പുതിയ വർഷമാ 2026 2026. എപ്പോ ഇതൊക്കെ എവിടെ? ഇതൊക്കെ ഏത് universe? ഇതൊക്കെ സംഭവിക്കുന്നേ അറിഞ്ഞായിരുന്നോ ദ്യുതിക്കുട്ടി? അപ്പൊ 2026 ദ്യുതിക്കുട്ടിയുടെ ഫസ്റ്റ് സോങ് ഇത്. അതെ. കൺഗ്രാചുലേഷൻ. മിടുക്കി കുട്ടി, എന്ത് രസമായിട്ടാ പാടുന്നേ. നല്ല സുഖമുണ്ടായിരുന്നു കേക്കാൻ. പഴയ പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. ഞാനും വീണ്ടും പറയുന്നു, അച്ഛൻ്റെ കൂടെ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു പാട്ടാണ്. ഭയങ്കര സുഖമാണ് കേട്ടിങ്ങനെ ഇരിക്കാൻ. ചില പാട്ടുകൾ കേട്ടിങ്ങനെ ഉറങ്ങാനും ഭയങ്കര സുഖമാണ്. അതിലൊരു പാട്ടാണ് ഈ ഈ പാട്ട്. പാട്ട് ഉറങ്ങാൻ രാത്രി കിടക്കുമ്പോ കേട്ട് കിടക്കാൻ നല്ല ഭയങ്കര സുഖമാണ് ഈ പാട്ട് കേട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ പാട്ടെടുത്തിട്ടാണ് ദ്യുതിക്കുട്ടി വന്നത്. നല്ല സെലക്ഷൻ. എനിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചെറിയൊരു എല്ലാ സെൻറ്റൻസിൻ്റെ അറ്റത്തും ഒരു കുഞ്ഞൊരു വിബ്രാറ്റോ വരുന്നുണ്ട്, ഒരു എന്ന് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങണം കേട്ടോ ഇനി. ഓക്കെ ബേബി. പിന്നെ എനിക്ക് ചരണത്തിൽ കുഞ്ഞ് പിച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ പൊൻവെയിൽ വന്നല്ലോ, പിന്നെയും പൊൻവെയിൽ വന്ന ഒന്നുകൂടെ പാടിത്തരാവോ ദ്യുതിക്കുട്ടി? മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ. ഇപ്പം കുറേയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കുറച്ച് പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പൊന്നിന്. അവൾക്ക് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടോ അവിടെ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ അത് വെരി ഗുഡ്. സ്ട്രെയിൻ ഒന്നുമില്ല, അത് എനിക്ക് പിച്ച് പോയത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പാടിയപ്പോ നല്ല മിടുക്കിയായിട്ട് പാടി. പക്ഷെ എന്നാലും നമുക്ക് ആ വിബ്രാറ്റോ ഒരു ചെറിയൊരു വിറയൽ നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുതൽ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊന്ന് മാറ്റിയെടുത്താൽ നല്ല രസമായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിടുക്കി കുട്ടിയാണ്, നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ദാസങ്കളുടെ ഒരു വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സോങ് ആണത്. ക്ലാസിക് സോങ്. ആര്യ പറഞ്ഞ മാതിരി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ തോന്നുന്ന പാട്ട്. അതൊരു ലലബി മാതിരി ഇങ്ങനെ ഉണ്ടാവും. അത് മോളെ അസലായി പാടി മോളെ. മോള് സാധാരണ പാടുന്നത് ഇതിലും പെർഫെക്ഷൻ ഉണ്ടാവും. ഇന്ന് 2-3 സ്ഥലത്ത് ഒരു ചെറിയ പെർഫെക്ഷൻ കുറവ് തോന്നിയ ഫസ്റ്റ് പല്ലവിയിൽ തന്നെ വേദന എന്ന് പറഞ്ഞ സമയത്ത്, പിന്നെ പൊൻവെയിൽ വന്നല്ലോ എന്ന സമയത്തൊക്കെ ചെറുതായിട്ട്
കുറച്ചൊരു പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ വന്നു. മോള് സാധാരണ എങ്ങനെയാ വെച്ചാല് മച്ച് എബവ് യുവർ ഏജ്, അങ്ങനെയാണ് സാധാരണ പാടല്. ഈ കുട്ടി ഇതൊക്കെ പാടുമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പാടും. ഇന്ന് 2-3 സ്ഥലത്ത് ചെറിയ ചെറിയ ഫ്ലോസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഇതുമാതിരി ഫ്ലോസ് ഒന്നും വരാതെ പെർഫെക്റ്റ് ആയിട്ട് പാടണം. ഓക്കെ, സോ വിഷ് യു വെരി ഹാപ്പി ന്യൂ ഇയർ, എൻജോയ്. നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ദ്യുതിക്കുട്ടി പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ദ്യുതിക്കുട്ടി എത്രയിലായി ഇപ്പോ? 3-ാം ക്ലാസ്. മറന്നുപോയോ 3-ലാന്ന്? 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ പാട്ടൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ഒരു മെച്ചുവേർഡ് ആയിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഞാൻ 3-ലല്ല ശരിക്കും, ശരിക്കും എത്രയിലാ? 2-ല. നേരത്തെ കൊണ്ട് ചേർത്തില്ലേ? നിങ്ങൾ ആ ക്രൂരകൃത്യം ചെയ്തില്ലേ? ആരാ അത് ആരാ ചെയ്തത്? ചെയ്തത് അങ്ങനെ? അമ്മയും അച്ഛനും. രണ്ടുപേരും കുറ്റക്കാരാണ്. രണ്ടുപേരും കൾപ്രിറ്റ്സ് എന്നെ ആണ്. നേരത്തെ കൊണ്ട് ചേർത്തില്ലേ? അതാണ് അങ്ങനെ ശരിക്കും ഞാൻ 2-ലാ. ആ സ്കൂൾ അതോറിറ്റീസ് കേൾക്കണ്ട. അതെ, മധുവങ്കളിനെ അങ്ങനെ കൊണ്ട് ചേർത്തതാ. എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധി കൂടി എന്ത് ചെയ്യാനാ? വീട്ടിലെ ശല്യം കാരണം കൊണ്ട് അല്ലാണ്ട്. പക്ഷെ ദ്യുതിക്കുട്ടി അങ്ങനെ വീട്ടിലെ ശല്യം ഒന്നും ചെയ്യാത്ത കുട്ടിയാന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാ കേട്ടത്. ആയിരിക്കും. Okay, അപ്പൊ ദ്യുതിക്കുട്ടി നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് പൊൻവയിൽ വന്നല്ലോ, അതാണ് കൂടുതൽ പ്രശ്നം തോന്നിയത്. പിന്നെ ഉണ്ണി അങ്കിൾ പറഞ്ഞു നിന്റെ വേദന എന്നുള്ളത്. എനിക്ക് പാടുകില്ലേ എന്ന് പാടിയില്ലേ, അത് ചില സ്ഥലത്ത് ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് ശരിയാവണമെന്ന് എനിക്ക് തോന്നി. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടിയ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ. അത് ഒരെണ്ണം. ഇനി വേറൊരു പാടുകയില്ലേ, വേറൊരു സ്റ്റൈലില് പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ആ ചൊല്ലുകില്ലെന്ന് പാടുമ്പോ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും സസ്റ്റെയിൻ ചെയ്യണ്ട, ചൊല്ലുകില്ലേ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഭംഗി കുറയും കേട്ടോ, ഭംഗി ഇത്തിരി കുറയും. അപ്പൊ ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ, അവിടെ സസ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടമായി മോള് പാടിയത് കേട്ടോ. ഉണ്ണിയങ്ങൾ പറഞ്ഞില്ലേ എപ്പോഴും ഇതിനേക്കാളും മേലെയാണ് പാടാറുള്ളത്. ആൾക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പാടും. അതെ, പക്ഷെ എന്നിട്ടും ഈ പാട്ട് അതെ ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുന്ന 3-ാം ക്ലാസ്സിലാവണ്ട കൊച്ചു, 2ാം ക്ലാസ്, 2ാം ക്ലാസ്സിലാവണ്ട കൊച്ചിനെ 3-ാം ക്ലാസ്സിലായി ഇല്ലേ? അതെ. ആ എന്നിട്ടും ഈ കുട്ടി നന്നായിട്ട് പാടിയത് ഇത്ര മെച്യൂർഡ് ആയിട്ട് പാടി. വെരി ഗുഡ്, വെരി ഗുഡ് ഗേൾ. ദാസങ്കൾ ഈ പാട്ട് കേൾക്കും കേട്ടോ. അതെന്തായാലും കേൾക്കും ദാസങ്കൾ. കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമാവും. മോള് ഇത്രയും ചെറിയ പ്രായത്തില് അതെ ദാസങ്ങളുടെ പാട്ട് ഗംഭീരായി പാടി പറയും ദാസങ്ങള്. പ്രൗഡായി. അപ്പൊ മാർക്ക് വേണ്ടേ നമുക്ക്? എത്ര മാർക്സ് വേണം? ഏതെങ്കിലും 100-ന്റെ ഉള്ളിലുള്ള എന്തായാലും കുഴപ്പമില്ല. ഒന്ന് എന്തെങ്കിലും തന്നു വിടുവോ? വിട്ടോ, ഉറക്കം വരുന്നു എനിക്കൊന്ന്. മോളക്ക് ഇന്ന് എത്രയാണെന്നറിയോ? അതാണ് കുറച്ചൊരു അല്ലല്ല, അവക്ക് നേരത്തെ ഉറക്കം വരുന്നുണ്ട്, കുറച്ചൊരു ഫെറ്റീഗ് ഉണ്ട്, അതുകൊണ്ടാണ് അവള്. മോൾക്ക് ഇന്ന് എത്ര അറിയോ മാർക്സ്? 97.5 ഔട്ട് ഓഫ് 100. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ടു യു. അതെ, ഹാപ്പി ന്യൂ ഇയർ. സുഖമായിട്ട് ഉറങ്ങാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഓടിപ്പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. കിടന്ന് ഉറങ്ങാനാന്നോ? ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി. ഇനി അതൊക്കെ പറയാനുണ്ടോ? ആര്യ ചേച്ചി, ഇനി നമ്മുടെ ദാസാറ് പാടിയ ഒരു സൂപ്പർ സോങ്ങുമായിട്ട്, ഒരു നല്ല സോങ്ങുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ജ്വൽ കുട്ടി എത്താം. വിളിക്കാം, നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ജ്വൽ മേരി ഓൺ സ്റ്റേജ്. ഹലോ. അഡ്വക്കേറ്റോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ. അഡ്വക്കേറ്റ് ആണോ പറഞ്ഞത്? വെൽക്കം. ഹായ് ബേബി. അല്ല, അഡ്വക്കേറ്റ് ആണോ? പിന്നെ അത് എന്റെ പാട്ടിന്റെ ഔട്ട്ഫിറ്റ് ആണോ? ഇങ്ങനെയാണ്, അങ്ങനെയാണ് പാട്ടിന് മാച്ച് ചെയ്യുന്നത് അല്ലേ? ഓ, ആ സിനിമയിലെ രാധിക ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്. എനിക്ക് ആ ക്ലിപ്പ് ബീച്ചിന്റെ സൈഡില് കണ്ടുപിടിച്ചു.
പിടികിട്ടി പാട്ട് ഏതാന്ന് മനസ്സിലായോ? പിടികിട്ടി. യെസ്. എന്നിട്ട് ഇങ്ങനെ കേട്ടു ഏ? ഇവിടെ ആരുമില്ല. Yes, correct. അവളെല്ലാം പഠിച്ചു എല്ലാം പഠിച്ചു. ബൈഹാർട്ട് ചെയ്തിരിക്കുക. സീൻ അടക്കം ബൈഹാർട്ട് ചെയ്തു. Yes. പാട്ട് മാത്രമല്ല, പാട്ട് മനസ്സിലായി. വിഷ്വലും കൂടെ വാചാലം പഠിച്ചു. എൻ മൗനവും. യെസ്, കറക്റ്റ്. സിനിമ കൂടും തേടി. ഉം, മ്യൂസിക് ജെറി അമൽദേവ് സാർ. ഉം, ലിറിക്സ് MD രാജേന്ദ്രൻ സാർ. ഉം. വർഷം 1985. വെരി ഗുഡ്. Yes. നമ്മുടെ MD രാജേന്ദ്രൻ സാറും ഇപ്പൊ 40 years തികഞ്ഞു നമ്മുടെ കരിയറിൽ വന്നിട്ട്. അതെ. യെസ്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ. ഇപ്പം എനിക്ക് യേശുദാസ് സാർ ട്രിബ്യൂട്ട് റൗണ്ട് ആണ് ആ. എന്നോട് പറഞ്ഞപ്പം ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു ഉം. യേശുദാസ് സാറിനെ പറ്റി. യെസ്. എന്നിട്ട് വാട്ട് ഐ സോ ലെഫ്റ്റ് മീ സർപ്രൈസ്ഡ്. Why? വാട്ട്സ് ദാറ്റ്? He sang over a dozen languages, Yes. 50,000 songs. Yes. You are right. I got inspired. ആഹാ. അപ്പം I took a New Year resolution. Wow. ഞാൻ ഇനി എല്ലാ ലാംഗ്വേജസിലെയും പാട്ടുകൾ പഠിക്കാൻ പോവാ. പഠിക്കും. പാടാനും പോവാ. Very good. അപ്പൊ ഞാൻ ഇങ്ങനെ തുടങ്ങിയത് ആ. അറബി വെച്ചിട്ടാണ്. ആഹാ. അറബിയിലാണ് തുടങ്ങിയത്. ഏറ്റവും ടഫില് തന്നെ തുടങ്ങി. ആ, ആ. ശരി. ഒരു പാട്ട് പഠിച്ച അറബിയില്. ഉം. അപ്പൊ ഞാനൊരു 4 വരി ആ, പഠിക്കും. പാടിക്കോട്ടെ. പാടിക്കോ. ആ. ഒരു അറബിക് നഷീദാണ്. ഉം, Okay. ഉം. محمد نبينا بنور هدينا من مكة حبيبي نور سطع المدينة من صلى صلاته وتهلى بصفاته يا بخت اللي في دله وماشي يشفع له في مماته. محمد نبينا بنور هدينا من مكة حبيبي نور سطع المدينة من صلى صلاته وتهلى بصفاته يا بخت اللي في دله وماشي يشفع له في مماته. ആഹാ. Wow, wow. സൂപ്പർ. വെരി നൈസ്, വെരി നൈസ്. ആദ്യമായിട്ട് പഠിച്ചതാണ് ഈ ഇൻസ്പിറേഷനില്. അടിപൊളി. അടിപൊളി. കേട്ടാ പറയില്ല കേട്ടോ. അറബിക്ക് അറിയില്ല ആദ്യമായിട്ട് അല്ലേ? പഠിക്കാണ്. അറബിക്ക് അറബി അറിയില്ല. പഠിച്ചിട്ടുണ്ടോ? അറബിക്ക് അറിയില്ല എന്ന് വെച്ചാല് ഞാൻ ഒരു 3 വയസ്സ് വരെ സൗദി അറേബ്യയിലായിരുന്നു. ഉണ്ടായിരുന്നു. ആ, ശരി. പക്ഷെ എന്നാലും എനിക്ക് അറബിയൊന്നും അറിയത്തില്ല. ഞാന് ഈ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പഠിച്ചതാണ്. എന്നാലും അതുപോലെ തന്നെ ഉണ്ട്, നല്ല തനിമ നിലനിർത്തി Pronunciation അല്ലേ? ഭയങ്കര രസത്തിൽ ആ നോട്ട്സ് ഒക്കെ കിട്ടാൻ ആക്ച്വലി ഭയങ്കര പണിയാണ്. അതെ, മാത്രമല്ല ഇറ്റ്സ് എ ടഫസ്റ്റ് ലാംഗ്വേജ് ടു സിംഗ്. അതെ അതെ അതെ. ഭയങ്കര ബുദ്ധിമുട്ടാ മിടുക്കിയാണ് പാടാൻ. ഗുഡ് ഗേൾ. Hats off, girl. യെസ്. അപ്പൊ നമുക്കിനി വാചാലം എൻ മൗനവും Yes. നിൻ മൗനവും മലയാളത്തിൽ മലയാളത്തിൽ കേൾക്കാം. ഓൾ ദി ബെസ്റ്റ് All the ജോൽകുട്ടി. ഓൾ ദി ബെസ്റ്റ്. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനോറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനോറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം. ഒരു വയൽ പക്ഷിയാ പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു.
ജുവൽ കുട്ടി എന്തോ സാർ എന്താ മുടിക്കാൻ തോറ്റി? മുടിക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്താ ഇന്ത്യ ഇവിടെ ചെറുതായി ചർച്ച? ചാടിപ്പോന്നു. ഇന്നിയേഴ്സ് ചാടിപ്പോകും. ഇന്നിയേഴ്സ് ചാടിപ്പോയാലും പാട്ട് നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇതിന്റെ ഇടയ്ക്കും അതെ അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ചേഞ്ച്, ഇതുപോലത്തെ ഒരു ചേഞ്ച് ഈ വർഷം തുടങ്ങിയപ്പോഴത്തേക്കും അതെ, എല്ലാരും വളരെ നന്നായിട്ട് പാടുന്നു. എന്താ പറ്റിയത്? ന്യൂ ഇയർ ഇസ് ഈക്വൽ ടു ന്യൂ ചേഞ്ചസ്. വെരി ഗുഡ്, എന്നാലും കൊള്ളാം. എനിക്ക് പല്ലവി വളരെ ഇഷ്ടപ്പെട്ടു. ആ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഇല്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ താങ്ക് കേട്ടോ. യു സാർ. പല ഭാഗങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. ആ അനുപല്ലവിയും ചരണമൊക്കെ കുറച്ചും കൂടി ഒന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും എഴുതി വെക്കായിരുന്നു. പൂഞ്ചിറകിന്മേൽ എന്താ പറയുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും എഴുതായിരുന്നു ഇതിന്റെ ഉള്ളിലൊക്കെ. മഷി അതേ പിടിക്കുക. പക്ഷെ മധുവങ്കിള് ഒരു പ്രാവശ്യം പേന എടുക്കുന്നുണ്ടല്ലോ. കണ്ടോ? ആ കണ്ടോ? അതെന്താ കാരണം? എന്തായിരിക്കും? താനേ ആ, ആ. ഏ ഏ അത് തന്നെ. അപ്പൊ പിടി കിട്ടി. കിട്ടി. ആ കാരണം ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കിയത്, അപ്പൊ വേണ്ടാന്ന്. അപ്പൊ അവിടെ തെറ്റിന്ന് സമ്മതിച്ചു അല്ലേ? അല്ല, തെറ്റിയാലും തെറ്റിയെന്ന് തന്നെ. ആ, വളരെ നല്ല കാര്യം. അതെ സത്യസന്ധത അതെ, വളരെ നല്ല കാര്യമാണ്. താങ്ക് യു സാർ. അപ്പൊ എന്തായാലും കൊള്ളാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പല ഭാഗങ്ങളും ഈ ക്രൊമാറ്റിക് നോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് വാചാലം എൻ മൗനവും നിൻ മൗനവും, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ പ്രായത്തിലൊക്കെ അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ. പക്ഷെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു സാർ. അപ്പൊ ഞാൻ പ്രത്യേകം സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്രൂമേഴ്സിനെയും ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സാർ. നമ്മുടെ ഈയിടെ പാടുന്നതെല്ലാം വളരെ വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നു. അപ്പൊ അത് കുട്ടികളുടെയും നമ്മുടെ ഗ്രൂമേഴ്സിന്റെയും ഒരു ഹാർഡ് വർക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടു അതെ, വളരെ വളരെ ഇഷ്ടു. തുമ്മലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടുന്നു വിചാരിച്ചു. പക്ഷെ വേറെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് കാണിച്ചത്. ഇവിടെ ഓടിയ ശ്വാസം പോലെ അതാണ് ഓടണ്ടല്ലോ, ചുമ്മാ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പാട്ടാണ്. ശ്വാസം പോയാൽ ശരിയാവും. ശ്വാസം പോയനെ എങ്ങനെയാണോ പറഞ്ഞേ? ശ്വാസകോശം എന്ന് പറഞ്ഞേ. ശ്വാസകോശം. ശ്വാസകോശം. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചെറിയ പ്രശ്നം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചല്ലോ. അതെ, അതുകൊണ്ടൊരു 0.5 കുറയ്ക്കാം. അതെ, അപ്പൊ ഞാൻ എന്തായാലും ഞാൻ എന്റെ മൈക്ക് കൈമാറുകയാണ്. ജുവൽ കുട്ടി, എന്തോ സാർ? നല്ല എനർജി ആയിരുന്നു മോളെ. താങ്ക് യു സാർ. അത് ആദ്യം തന്നെ ടോപ്പ് ബാൻഡിന് വലിയൊരു സല്യൂട്ട്. കാരണം നല്ലൊരു എനർജിയിൽ ഒരു സാധനം പ്രസന്റ് ചെയ്തു. ആ ഒരു എനർജി ശരിക്കും ക്യാരി ഔട്ട് ചെയ്തു മോള്. ത്രൂ ഔട്ട് ദ സോങ് ആ ഒരു സ്പിരിറ്റ് കീപ്പ് അപ്പ് ചെയ്തു. ആൻഡ് ആ ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. അതിന് ബിഗ് സല്യൂട്ട് യു, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ടു സിംഗ് ദറ്റ് സോങ് ലൈക്ക് ദിസ്. സോ ഹാറ്റ്സ് ഓഫ് ടു യു. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു സാർ. ഗുഡ് ലക്ക്. എവിടെ ഇരുന്നോ? വാ, സത്യം എവിടെ ഇരുന്നോ? എനിക്കൊന്നും പറയല്ല, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ആ സ്ഥാനം ഒഴിഞ്ഞു എവിടെ ഇരുന്നോ? ആയുധം വെച്ച് കീഴടക്കി. ഞാൻ കീഴ എന്റെ പഴയ പാട്ട് ഇല്ലത്തെ കല്യാണം ഓർമ്മയുണ്ടോ? ആത്മാവ് മാറിയേ. അതുപോലെയാണ്. ആത്മാവായി മാറി. ഇത് ആത്മാവ് മാറിയിട്ടില്ല. ജുവൽക്കുട്ടി അവിടെ തന്നെ ഉണ്ട്. ആത്മാവ് ഒന്നും മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ 26 ദാസർമാരുണ്ട്. അതിന്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും അമേരിക്കയിലിരുന്നിങ്ങനെ എല്ലാരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അല്ല, ദാസറിന്റെ പാട്ടുകൾക്ക് ഇത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഇത്ര നന്നായിട്ട് പാടണമെന്ന് എനിക്ക് തോന്നണേ. സത്യമായിട്ടും ദിസ് ഈസ് മൈ ഫേവറേറ്റ് സോങ്. അതാണ്. ലാസ്റ്റ് വീക്ക് കൂടി ഞാൻ അത് മസ്കറ്റിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ഈ പാട്ട് പാടിയിരുന്നു. സാറ് പാടിയത് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഞാൻ പല പ്രോഗ്രാമുകളിലും പാടാറുണ്ട് ഈ പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിന്റെ സമയത്ത് ഇങ്ങനെ സ്ലോ മോഷൻ പോലെ കാണിക്കും. ആ, അപ്പൊ എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മോളൊന്ന് കാണിക്കാലോ അത്. ഒരു സ്ലോ മോഷൻ കാണിക്കേ, ഒന്ന് അത് കൊടുക്കാമോ? അതെ, ഞാനും കാണിക്കാം. 3 പേരും ഉണ്ണിയങ്ങളല്ലേ ഡാൻസ് മാസ്റ്റർ.
കാലം. പണ്ട് റിമിയും മമ്മൂക്കയ്ക്ക് മൈക്ക് കൊടുത്ത പോലെ അഴകേ പോവും. ഓക്കെ. അപ്പൊ ജുവൽ കുട്ടി, ഹൃദയം താനെ എന്നുള്ള കാര്യം ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. മൊത്തത്തിൽ നോക്കുമ്പോ അതാണ് കുറച്ചൊരു പ്രശ്നം തോന്നണത്. മൈന്യൂട്ടായിട്ട് അത് കുറച്ചും കൂടി ഒരു പൊടിയും കൂടി മുകളിലേക്ക് എത്തണം എന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ്, ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. മൗനം വളരെ വാചാലമാക്കി. അതെ, മൗനം വാചാലമാക്കി. ഞങ്ങളുടെ എല്ലാം മൗനത്തെ വാചാലമാക്കി കളഞ്ഞു. ഓക്കെ. അതെ. അപ്പൊ എന്തായാലും അത് നമ്മളൊരു കാര്യമായിട്ട് കാണുന്നില്ല. ഈ ഒരു ഇമ്പ്രൂവ്മെന്റിന് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഹൃദയം താനെ ഞങ്ങൾ അങ്ങോട്ട് മറക്കാണ് ആ ഭാഗം. അപ്പോൾ ഞങ്ങൾ സന്തോഷപൂർവ്വം ഈ 2026 തുടക്കത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടന് വേണ്ടി ജുവൽ കുട്ടിക്ക് നമ്മൾ സമ്മാനിക്കുകയാണ് 100 out of 100 മധുരമഴ. എന്തിനാ ഈ 100 കിട്ടിയെന്ന് മനസ്സിലായാ? എന്തിനാ? പ്രോഗ്രസ്. ഇപ്പൊ ഒന്നും ഓർമ്മയില്ല പ്രോഗ്രസ്. അതെ, 10 സെക്കൻഡേ ഉള്ളൂ മുട്ടായി പെറുക്കാൻ. ബൈക്ക് ഞാൻ പേടിക്കാം. 1 2 3 4 5 6 7 8 9 10. അവള് നിർത്തിയപ്പോഴെണീച്ചു. എത്രാമത്തെ 100? ഫസ്റ്റ് 2026 പിറന്നപ്പോൾ ഫസ്റ്റ് 100 അല്ലേ? അപ്പൊ ഇനി ഇഷ്ടം പോലെ 100 കിട്ടട്ടെ ഈ വർഷം. അതങ്ങനെയല്ലേ മതങ്ങളെ പറയാ, നമ്മള് പുതിയ വർഷം തുടങ്ങുമ്പോ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഫുൾ വർഷം അതേപോലെ സംഭവിക്കും. അപ്പൊ അങ്ങനെയാണ് ഇനി ഫുൾ. ജുവൽക്കുട്ടി ഇവിടെ വരും. മീനൂട്ടി, എന്തോ ഒരു കാര്യമുണ്ട്, ഒരു രഹസ്യം, ഒരു സംഭവം, പരസ്യമായ രഹസ്യം. ഒരു രഹസ്യമുണ്ട് പരസ്യമാക്കാനുള്ളത്. പരസ്യമൊക്കെ വേഗം പരസ്യമാക്ക്. ജുവൽക്കുട്ടി ഇല്ലേ, ഒരു ബെറ്റ് വെച്ചിട്ടാണ് ഇവിടെ വന്ന് പാടിയത്. എന്ത് ബെറ്റ്? ഇന്ന് 100 വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇവിടെ 100 വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കൂടുതൽ 100s വാങ്ങിയിട്ടുള്ള ഒരു ആളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ബെറ്റ് വെച്ചിട്ടാണ് ഇവിടെ വന്ന് പാടിയത്. ദൈവമേ, 100ന്റെ എല്ലാ അയ്യോ, സാംസോണിയായിട്ട് ബെറ്റ് വെച്ചിട്ടാണ് നമ്മുടെ റിജ്വൽ കുട്ടിന്. പറ്റില്ല, അവൻ തല്ലി കൊള്ളാട്ടോ, മിടുക്കിയാണ്. നേടിയെടുത്തില്ലേ അല്ലേ? ഇത്തരം ബെറ്റുകൾ ഇനിയും വെക്കണം. അതെ കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ് ബേബി, മിടുക്കി. ഇത് നേരത്തെ അറിഞ്ഞെന്ന് വെച്ചാൽ നമുക്കൊന്ന് കുറയ്ക്കായിരുന്നു അല്ലേ? ഒരു എന്നിട്ട് ഈ മിഠായി ആർക്കാ കൊടുക്കാൻ പോണെന്ന് അറിയില്ല. സാംസോണിക്ക് ആദ്യം. ഓ, അത് മിടുക്കി. അതപ്പുറം ഭാര്യ ചേച്ചി, നമ്മൾ എപ്പോഴും പറയുന്ന ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്, 2 നേരം പല്ല് വെക്കണം. യെസ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ വാചാലം എൻ മൗനവും എന്നുള്ള പാട്ട് കേട്ടു. നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ട് ഇപ്പൊ നമ്മുടെ ജുവൽ കുട്ടി പാടി. അതിന് ഭംഗിയായിട്ട് നമ്മുടെ മുരളിച്ചേട്ടനും ആനന്ദേട്ടനും തബല വായിച്ചു. നമ്മുടെ മുരളിച്ചേട്ടന്റെ മകൾ ആതിര മുരളി ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ് ഒരു ഉഗ്രൻ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിൽ പാടിയിട്ടുണ്ട്, വാനിലൊരു താരകം. അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മുരളിച്ചേട്ടനാണ്. അതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശ്രീ രജനീഷ് ആർ ചന്ദ്രനാണ്. ആ പാട്ട് കേട്ടു. ആതിര വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മുരളിച്ചേട്ടന്റെ സംഗീതം. മുരളിച്ചേട്ടനും മുരളിച്ചേട്ടന്റെ മകൻ ആരോമൽ, ആതിര, പിന്നെ ആതിരയുടെ ഹസ്ബൻഡ് ജയേഷ് ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പൊ ഗാനമേളക്കുള്ള ആരോമല് തബല വായിക്കും, റിതം പാഡ് വായിക്കും, അങ്ങനെ വായിക്കാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല. അതുപോലെ തന്നെയാണ് മുരളിച്ചേട്ടൻ. ഇതുപോലത്തെ ഒരു ഐറിഷ് ബാൻഡ് ഉണ്ട്, കോർസ് എന്ന് പറഞ്ഞിട്ട്. ആ കുടുംബത്തിലെ എല്ലാരും വായിക്കും. അതുപോലെ നമ്മുടെ ബാൻഡാണ് മുരളിച്ചേട്ടൻ. എന്തായാലും ഈ വാനിലൊരു താരകം വളരെ ഇഷ്ടപ്പെട്ടു. ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരും വളരെ ഇഷ്ടപ്പെടുമെന്നാണ്. മധുങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കും ആഗ്രഹമാണല്ലോ കേൾക്കാനായിട്ട്. നമുക്ക് 2 വരി കേട്ടാലോ? അതെ, തീർച്ചയായിട്ടും.
സൂപ്പർ. കൊള്ളാലും മുരളിച്ചേട്ടാ. നല്ല രസം. സംഗീതം ഓർക്കസ്ട്രേഷനും മുരളിച്ചേട്ടൻ തന്നെ. Hats off. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. ഫുൾ ഫ്ലെഡ്ജ്ഡ് മ്യൂസിക് ഡയറക്ടർ. അതെ. യെസ്. അപ്പോൾ മുരളി, വാനിൽ ഒരു താരകം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചേ കേട്ടിട്ടുള്ളൂ, പക്ഷേ ആ പാട്ട് എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത്രയ്ക്കും ഇഷ്ടമായി. കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര പാട്ടായി മാറട്ടെ. മുരളിച്ചേട്ടൻ ഇനിയും ധാരാളം കമ്പോസിങ് ചെയ്ത് നിറയെ പാട്ടുകൾ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. മുരളിച്ചേട്ടനും ആതിരയ്ക്കും വാനിലൊരു താരകത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാ നന്മകളും ആശംസകളും നേരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേനെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. ജ്വൽ കുട്ടിയും അമൃതക്കുട്ടിയാണ്. വെൽക്കം. 2 പേരുണ്ട് നമുക്ക്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ടാറ്റാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മുടെ ദാസങ്കളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നത്തെ ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആഘോഷങ്ങളും കോമ്പറ്റീഷനും ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നാളെ നമ്മൾ വീണ്ടും അതിമനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.